മഴവിൽ രാജകുമാരൻ. മാതംഗ നാട്ടിലെ രാജകുമാരിയായിരുന്നു അതീവ സുന്ദരിയായ രൂപാഞ്ജലി. ഒട്ടേറെ രാജകുമാരന്മാർ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. നമ്മുടെ മകൾക്ക് വിവാഹപ്രായം എത്തി, യോഗ്യനായ ഒരു കുമാരനെ കണ്ടെത്തണം. രാജകൽപ്പന പ്രകാരം ഭടന്മാർ പല നാട്ടിലും അന്വേഷിച്ചു. അതിനുശേഷം പ്രഭോ, മിടുക്കന്മാരായ കുറേ കുമാരന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുമാരി തിരഞ്ഞെടുക്കട്ടെ. ചിത്രങ്ങൾ നിരന്നു. കുമാരി കാണാനെത്തി. രൂപാഞ്ജലി, ഇഷ്ടമുള്ള കുമാരനെ തെരഞ്ഞെടുത്തോളൂ. ചിത്രങ്ങൾ നോക്കി കുമാരി മുമ്പോട്ടു നടന്നു. ഇതിൽ ഏതു കുമാരനെയാണ് നിനക്കിഷ്ടം? ഇവരെയൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. രൂപാഞ്ജലി ആകാശത്തേക്ക് കൈ ചൂണ്ടി. ആ മഴവില്ലിനെ പോലെ സുന്ദരനായ ഒരു കുമാരനെയാണ് എനിക്ക് ഭർത്താവായി വേണ്ടത്. അടുത്ത ദിവസം ഒരപരിചിതൻ നഗരത്തിലെത്തി. ഹായ്, ആ പാട്ടു കേൾക്കാൻ എന്തു രസം! ആരാണയാൾ? എവിടുന്ന് വരുന്നു? അയാൾ നേരെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. പ്രഭോ, മഴവില്ലിന്റെ നാട്ടിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ രാജകുമാരന് ഒരു വധുവിനെ വേണം. അങ്ങയുടെ പുത്രിയെ ആലോചിച്ചാലോ? രാജാവ് അയാളെ സ്വാഗതം ചെയ്തു. എന്നിട്ട്, എൻ്റെ പുത്രിയുടെ ഭാഗ്യം, നിങ്ങളുടെ വിവാഹാലോചന നാം സ്വീകരിക്കുന്നു. തുടർന്ന് അയാൾ പറഞ്ഞത് ഞെട്ടിക്കുന്ന കഥയായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ചുനാൾ മുമ്പ് വൃദ്ധയായ ഒരു മന്ത്രവാദിനി ഞങ്ങളുടെ രാജ്യത്തെത്തി. അവൾ ഞങ്ങളുടെ കുമാരനെ ഗാഢനിദ്രയിലാഴ്ത്തി. അതിനുശേഷം കുമാരന്റെ ആത്മാവിനെ എടുത്ത് ഒരു ചുവന്ന തത്തയുടെ ഉള്ളിലാക്കി. പിന്നെ ആ തത്തയെ പറത്തിവിട്ടു. ഈ തത്തയെ കണ്ടുപിടിക്കാതെ ഞങ്ങളുടെ കുമാരനെ ഉണർത്താനാവില്ല. ഹഹ. രാജാവ് നിരാശനായി. ഒരിക്കലും ഉണരാത്ത ഒരു കുമാരനെ എൻ്റെ മകൾ എങ്ങനെ വിവാഹം കഴിക്കും? ഈ വിവരം രൂപാഞ്ജലി അറിഞ്ഞു. അപ്പോൾ, ആ കുമാരനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. എത്രയും വേഗം അങ്ങ് ആ ചുവന്ന തത്തയെ കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെ? കുമാരിക്കു ദേഷ്യം വന്നു. ഓഹോ, എങ്കിൽ രാജ്യത്തെ എല്ലാ പക്ഷികളെയും പിടിക്കണം. അവയ്ക്കിടയിൽ ആ ചുവന്ന തത്തയുണ്ടോ എന്ന് നോക്കണം. രാജാവ് ഞെട്ടിപ്പോയി. അങ്ങനെ ചെയ്യുന്നത് ക്രൂരതയല്ലേ? എന്തു ക്രൂരത? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒരൊറ്റ പക്ഷി പോലും രക്ഷപ്പെടാതെ നോക്കണം. ശരി മകളെ. അടുത്ത ദിവസം തന്നെ പക്ഷികളെയെല്ലാം പിടികൂടാൻ ഉത്തരവിട്ടു. കുറെ എണ്ണം കുടുങ്ങി. താമസിയാതെ പക്ഷിക്കൂടുകളെല്ലാം ശൂന്യമായി. ഒരൊറ്റ കിളിയുടെ പോലും ശബ്ദം ഒരിടത്തും കേൾക്കാനില്ല. പിടികൂടിയ കിളികൾക്കു വേണ്ടി കൊട്ടാരത്തിൽ ഒരു വലിയ കൂടുണ്ടാക്കി. അതിനുള്ളിൽ നിന്നും കിളികളുടെ കരച്ചിൽ കൂടിക്കൂടി വന്നു. രൂപാഞ്ജലിയുടെ തോഴിയായ നീലാഞ്ജനയ്ക്ക് കിളികളോട് ദയ തോന്നി. കരയാതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുമാരിയോട് അപേക്ഷിക്കാം. നല്ലവളായ കുമാരി നിങ്ങളെ മോചിപ്പിക്കും. നീലാഞ്ജന കുമാരിയുടെ അടുത്തു ചെന്നു. കുമാരി, ആ പാവം കിളികളോട് ദയ കാണിക്കൂ. രൂപാഞ്ജലിക്ക് ദേഷ്യമായി. എന്നെ ഉപദേശിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? കുമാരിയുടെ ഭാവമാറ്റം കണ്ട് നീലാഞ്ജന അത്ഭുതപ്പെട്ടു. നല്ലവളായ കുമാരിക്ക് എന്തുപറ്റി? പഴയ സ്വഭാവമേ അല്ലല്ലോ. ഒരു പിടിയും കിട്ടുന്നില്ല. നീലാഞ്ജന വീണ്ടും അപേക്ഷിച്ചു. കുമാരി, അവിടുത്തെ സന്തോഷത്തിനു വേണ്ടി ഈ പാവം കിളികളെ ദ്രോഹിച്ചിട്ട് എന്താ കാര്യം? കുമാരിക്ക് കടുത്ത കോപമായി. ഓഹോ, നിനക്കു പക്ഷികളെ അത്രയ്ക്കിഷ്ടമാണല്ലേ? രൂപാഞ്ജലി ഭടന്മാരുടെ നേരെ തിരിഞ്ഞു. ഇവളെയും പക്ഷിക്കൂട്ടിലടയ്ക്കൂ. അവയെ സ്നേഹിച്ച് അവിടെ കഴിയട്ടെ. നീലാഞ്ജനയെയും കൊണ്ട് ഭടന്മാർ നടന്നകന്നു. ആ ചുവന്ന തത്തയെ എങ്ങനെയും കണ്ടുപിടിക്കണം. ഭടന്മാർ നീലാഞ്ജനയെ പക്ഷിക്കൂട്ടിലെറിഞ്ഞു. അവൾ അവിടെ കിടന്ന് കരഞ്ഞു കരഞ്ഞ് ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ, നീലാഞ്ജനെ, എഴുന്നേൽക്കൂ. നീലാഞ്ജന കണ്ണു തുറന്നപ്പോൾ അതാ മുന്നിലൊരു ചുവന്ന തത്ത. നീയാ ചുവന്ന തത്തയല്ലേ? എന്നെ സ്വതന്ത്രനാക്കൂ. ചരടുമുറുകി എൻ്റെ ചിറകു വേദനിക്കുന്നു. നീലാഞ്ജന ആ പക്ഷിയെ കയ്യിലെടുത്തു.
പേടിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. പാവം, നിന്നെ സ്വതന്ത്രനാക്കുന്നതിന് എന്തു ശിക്ഷ കിട്ടിയാലും ഞാൻ സഹിച്ചുകൊള്ളാം. ആ സമയം രൂപാഞ്ജലി കിളിക്കൂടിനടുത്തേക്ക് നടന്നു വരികയായിരുന്നു. ആ ചുവന്ന തത്തയും കൂട്ടിലുണ്ടാവും. ഞേ, അതാ ചുവന്ന തത്ത. നീലാഞ്ജന അതിനെ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും നീലാഞ്ജന ആ പക്ഷിയെ പറത്തിവിട്ടു കഴിഞ്ഞിരുന്നു. നീലാഞ്ജനെ, അരുത്! അയ്യോ, എൻ്റെ ചുവന്ന തത്ത! ദുഷ്ടേ, നീ എൻ്റെ തത്തയെ വിട്ടയച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ സഹിച്ചില്ല കുമാരി. മോചിപ്പിച്ചില്ലെങ്കിൽ ആ പാവം പക്ഷി ചത്തുപോകുമായിരുന്നു. തോഴിയുടെ കരച്ചിലൊന്നും രൂപാഞ്ജലിയുടെ മനസ്സലിയിച്ചില്ല. തത്തയെ വിട്ടയച്ച നിനക്കു ഞാൻ മരണശിക്ഷ നൽകും. രാജകുമാരിയുടെ കൽപ്പന പ്രകാരം ഭടന്മാർ നീലാഞ്ജനയെ ഒരു മലമുകളിലേക്കു കൊണ്ടുപോയി. എന്നിട്ട് അവളെ താഴോട്ടു തള്ളിയിട്ടു. പക്ഷേ കരുത്തുള്ള 2 കൈകൾ അവളെ രക്ഷിച്ചു. അടുത്ത നിമിഷം നീലാഞ്ജന കുന്നിൻ മുകളിലെത്തി. അവളുടെ സമീപം സുന്ദരനായ ഒരു രാജകുമാരനും. നീലാഞ്ജനെ, ഞാനാണ് മഴവിൽ രാജകുമാരൻ. എൻ്റെ രാജകുമാരി സന്തോഷിക്കും. അവസാനം അങ്ങയെ കണ്ടെത്തിയല്ലോ. രൂപാഞ്ജലി മുന്നോട്ട് വന്നു. കുമാര, ഞാൻ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഹും, ആ പാവം പക്ഷികളെ ദ്രോഹിച്ച നീയോ? രാജകുമാരൻ തൻ്റെ മാലയൂരി മുന്നോട്ടു നടന്നു. ഞാനാണ് ചുവന്ന തത്തയായി വന്നത്. നീലാഞ്ജനെ, നിന്നെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുന്നു. അരുത്, അവൾ എൻ്റെ ദാസിയാണ്. ഞാനാണ് രാജകുമാരി. രൂപാഞ്ജലിയെ അവഗണിച്ചുകൊണ്ട് മഴവിൽ രാജകുമാരൻ നീലാഞ്ജനയെ വിവാഹം കഴിച്ചു. നീ ഇനി രാജ്ഞിയാണ്. എൻ്റെ പരീക്ഷണത്തിൽ നീയാണ് വിജയിച്ചത്. ക്രൂരയായ രൂപാഞ്ജലി ജന്മം കൊണ്ടു മാത്രമേ രാജകുമാരിയാവുന്നുള്ളൂ. ബാഹ്യ സൗന്ദര്യം മാത്രമേ അവൾക്കുള്ളൂ. പക്ഷേ നിന്റെ മനസ്സിലാണ് നന്മയുള്ളത്. വരൂ, നമുക്ക് മഴവില്ലിൻ്റെ നാട്ടിലേക്ക് പോകാം. പക്ഷേ കൂട്ടിലുള്ള പക്ഷികളോ? നോക്കൂ, അവയെ ഞാൻ മോചിപ്പിച്ചു കഴിഞ്ഞു. രാജകുമാരൻ നീലാഞ്ജനയെ ഒരു സ്വർണരഥത്തിലേറ്റി മഴവില്ലിൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. രൂപാഞ്ജലി ദുഃഖിതയായി അവിടെ നിന്നു. മകളെ, ഇനിയെങ്കിലും നീ ദയാലുവായി ജീവിക്കുക. എങ്കിൽ നിനക്കു നന്മ വരും. നല്ലവനായ ഇടയൻ. ഒരിടത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഒരു ഇടയനായിരുന്നു കുമാരൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി. ഏതു സമയത്തും അവർ 2 പേരും ഒരുമിച്ചായിരുന്നു. അങ്ങ് രാജാവാകുമ്പോൾ പക്ഷികളെയൊന്നും വേട്ടയാടരുത്. ഇല്ല ചങ്ങാതി. രാജാവാകുമ്പോൾ എന്നെ മറക്കുമോ? ഒരിക്കലുമില്ല. നീ എൻ്റെ ആത്മമിത്രമാണ്. നിന്നെ ഞാൻ എൻ്റെ മന്ത്രിയാക്കും. ഒരു ദിവസം, ചങ്ങാതി, വിദ്യ അഭ്യസിക്കുവാൻ ഞാൻ ഗുരുകുലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ സുഹൃത്തുക്കൾ വേർപിരിഞ്ഞു. കുമാര, ഈ മലകളും പക്ഷികളും ഞാനും അങ്ങയെ കാത്തിരിക്കും. നാളുകൾ കടന്നുപോയി. ഇടയൻ രാജകുമാരനെയും കാത്ത് നാളുകൾ കഴിച്ചു. ഒരു ദിവസം ഇടയൻ തൻ്റെ ആടുകളെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, നിന്റെ സ്നേഹിതൻ തിരിച്ചു വന്നതറിഞ്ഞില്ലേ? നാളെ അദ്ദേഹം കനകമാല രാജകുമാരിയെ വിവാഹം ചെയ്യുകയാണ്. എന്ത്? കുമാരൻ മടങ്ങിയെത്തിയോ? എങ്കിൽ എന്നെ കാണാൻ വരും. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ കുമാരൻ വന്നില്ല. കുമാരന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങോട്ടു ചെല്ലാം. ഇടയൻ കുമാരനു നൽകാനുള്ള പൂക്കളിറുക്കുമ്പോൾ കൊട്ടാരത്തിൽ രാജകുമാരൻ രാജാവാകുകയായിരുന്നു. ഇടയൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ പുതിയ രാജാവിനെ മുഖം കാണിക്കാൻ ധാരാളം പേർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. എൻ്റെ സ്നേഹിതൻ ഇപ്പോൾ പുറത്തേക്ക് വരും. രാജാവ് പുറത്തേക്ക് എഴുന്നള്ളിയപ്പോൾ ഇടയൻ മുന്നോട്ട് നീങ്ങി നിന്നു. സ്നേഹിതാ, ഇത് ആ ഇടയനാണല്ലോ. കുട്ടിക്കാലത്തെ കൂട്ട് മുതലെടുക്കാൻ വന്നിരിക്കുകയാണ്. ഇടയനെ ശ്രദ്ധിക്കാതെ രാജാവ് കടന്നുപോയി. ചെങ്ങാതി, എന്നെ മറന്നുപോയോ? എന്നാൽ പടയാളികൾ ഇടയനെ തടഞ്ഞു. ഹും, രാജാവിനെ ശല്യം ചെയ്യാതെ കടന്നുപോ. നിറകണ്ണുകളോടെ ഇടയൻ മടങ്ങിപ്പോയി. എൻ്റെ ചെങ്ങാതി എന്നെ ഓർമ്മിക്കുന്നില്ലല്ലോ.
എന്നാൽ അന്നു രാത്രിയിൽ രാജാവിന് ഉറങ്ങുവാനായില്ല. അവനെ ആട്ടിയോടിച്ചതു കഷ്ടമായിപ്പോയി. പടയാളികളെ തടയാമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അവൻ ഒരു നല്ല സ്നേഹിതനാണെങ്കിൽ ഞാൻ രാജാവാണെന്ന് ഓർക്കേണ്ടതായിരുന്നു. ഒരിടയൻ ജനങ്ങൾക്കു മുന്നിൽ വെച്ച് എങ്ങനെ രാജാവിനെ സ്നേഹിത എന്നു വിളിക്കും? പിറ്റേ ദിവസം രാജാവ് ഉണർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ അനവധി സൂചികൾ തറഞ്ഞിരിക്കുന്നത് കണ്ടു. അയ്യോ, ആ കനകമാലേ, പ്രഭോ, എന്തൊരു വേദന! നീ എന്നെ സഹായിക്കൂ. ഈ സൂചികളെല്ലാം ഞാൻ എടുത്തു കളയാം. പക്ഷേ അവളുടെ ശ്രമം വെറുതെയായി. ഹോ, ഒരെണ്ണം എടുക്കുമ്പോൾ അവിടെ 2 സൂചി പ്രത്യക്ഷപ്പെടുന്നു. ഈ വിവരം വളരെ വേഗം പ്രജകളെല്ലാം അറിഞ്ഞു. നമ്മുടെ രാജാവിൻ്റെ ശരീരം മുഴുവൻ സൂചികളാണ്. കഷ്ടം, നമുക്ക് എന്തു ചെയ്യാനാവും? പലരും രാജാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. എങ്കിലും റാണി കനകമാല പ്രതീക്ഷ കൈവിട്ടില്ല. കനകമാലേ, എന്തു ചെയ്യും? ഒന്നും കാണാൻ വയ്യ. അധീരനാവാതെ പ്രഭോ, ഞാൻ സൂചി എടുത്തുകൊണ്ടേയിരിക്കാം. വേണ്ട, ഇപ്പോൾ തന്നെ നിന്റെ കൈ നിറയെ രക്തമാണ്. കുറച്ചുനേരം വിശ്രമിക്കൂ. ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. രാജാവ് നിർബന്ധിച്ചു. പുഴയിൽ മുങ്ങി കുളിച്ചു വരൂ. നീ കുറച്ചുകൂടി ഉന്മേഷവതിയാവും. പോകൂ. രാജകുമാരി പുഴക്കരയിലെത്തിയപ്പോൾ ഒരു യുവതി അടുത്തേക്കു വന്നു. മഹാറാണി, ഞാൻ ഒരനാഥയാണ്. എന്നെ കൊട്ടാരത്തിലെ ദാസിയാക്കാമോ? രാജാവിൻ്റെ ദേഹത്തുനിന്നും നീ സൂചികൾ പറിച്ചു മാറ്റാമോ? അങ്ങനെ ചെയ്യാം. എങ്കിൽ എൻ്റെ കുളി കഴിയുമ്പോൾ കൂടെ വന്നുകൊള്ളൂ. കനകമാല പുഴയിലേക്കിറങ്ങിയപ്പോൾ പിന്നിൽ നിന്നും ആ ദാസി പറഞ്ഞു. വേഗമാകട്ടെ, നിനക്ക് കൊട്ടാരത്തിൽ ധാരാളം ജോലിയുണ്ട്. കനകമാല അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. എന്ത്? എൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ആ യുവതി ചിരിച്ചു. ഇനി ഞാനാണ് രാജ്ഞി. ഞാൻ യഥാർത്ഥ രാജ്ഞിയല്ലെന്ന് മറ്റാരും വിശ്വസിക്കില്ല. ഹ ഹ ഹ. കനകമാല പതിവായി മൂടുപടം ധരിക്കുമായിരുന്നു. അതിനാൽ ഈ വഞ്ചന തിരിച്ചറിയാൻ 3 പേർക്കു മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ സൂചിയാണ്. ഒന്നും കാണാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തീർത്ഥാടനത്തിലുമാണ്. അവളെ ആരു തിരിച്ചറിയും? ഞാനൊരു ദാസിയായി കൊട്ടാരത്തിലേക്ക് പോകും. എൻ്റെ ഭർത്താവിനെ സഹായിക്കണം. വേഗം വരാൻ. കൊട്ടാരത്തിലെത്തിയ ഉടനെ ആ യുവതി രാജാവിൻ്റെ മുറിയുടെ വാതിൽ പൂട്ടി. ഇനി നീ ഇതിനകത്തു കയറേണ്ട. അദ്ദേഹത്തെ സേവിക്കാൻ അവസരം നൽകൂ. കണ്ണിലെ സൂചി മാറ്റിയിട്ട് ഈ രഹസ്യം ധരിപ്പിക്കാനോ? അതു ഞാൻ സമ്മതിക്കില്ല. അവൾ കനകമാലയെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിച്ചു. ദൈവമേ, എന്നെയും ഭർത്താവിനെയും രക്ഷിക്കൂ. വൈകുന്നേരം കനകമാല പുഴയോരത്ത് ചെന്നിരുന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞു. അപ്പോൾ സൂചി 100 എണ്ണം കൊടുത്താൽ ലഭിക്കും പൊന്നുകൊണ്ടുള്ളൊരു മിന്നും കിരീടം. 1000 സൂചി കൊടുത്താൽ ലഭിക്കും വാഴുവാൻ നല്ലൊരു നാടും നഗരവും. കനകമാല ചെവിയോർത്തു. ആരാണ് സൂചികളെ പറ്റി പാടുന്നത്? 1,00,000 സൂചി കിട്ടിയാൽ ഞാൻ പാട്ടുപാടും, നൃത്തം ചെയ്യും. 1,00,000 സൂചി കിട്ടിയാൽ ഞാനൊരു രാജാവാകും. കനകമാല എഴുന്നേറ്റ് ഗായകനെ തേടി നടന്നു. അതാ അയാൾ. നിനക്ക് സത്യത്തിൽ 1 കോടി സൂചി വേണോ? പിഴുതെടുക്കാമെങ്കിൽ എൻ്റെ ഒപ്പം വന്നോളൂ. ആ ഗായകൻ നിശബ്ദനായി കനകമാലയെ പിന്തുടർന്നു. മഹാരാജാവ് മുറിക്കുള്ളിൽ ബന്ധനസ്ഥനാണ്. ആ ജനലിലൂടെ അകത്തു കടക്കാമോ? അദ്ദേഹത്തിൻ്റെ ശരീരം നിറയെ സൂചിയുണ്ട്. ഗായകൻ അടുത്തുള്ള മരത്തിൽ കയറി രാജാവിൻ്റെ മുറിയിലേക്ക് കടന്നു. പിന്നെ ആ ഗായകൻ ഒരു നൂലെടുത്ത് എന്തോ മന്ത്രം ജപിച്ചു. ദുഷ്ടസൂചികളെ, പോകൂ. നീ ഈ സൂചികളെയെല്ലാം എടുത്തു മാറ്റൂ. ഗായകൻ എറിഞ്ഞ ആ നൂല് സൂചിക്കുഴകളിലൂടെ കടന്ന് ഒരു മാല പോലെ സൂചികളെ കോർത്തെടുത്തു മാറ്റി. ചങ്ങാതി, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു.
രാജാവിൻ്റെ സ്നേഹിതനായ ഇടയനായിരുന്നു ആ ഗായകൻ. രാജാവ് അവനെ ആലിംഗനം ചെയ്തു. "നിന്നെ കാണാനായതിൽ സന്തോഷം. അങ്ങെന്നെ ഓർമ്മിക്കുന്നുണ്ടോ? നിന്നെ മറന്നാൽ ഞാൻ പിന്നെ മറ്റെന്താണ് ഓർമ്മിക്കുക? പറയൂ, നീയാണോ ഈ സൂചികൾ കൊണ്ട് എന്നെ ശിക്ഷിച്ചത്?" "അല്ല, ഞാൻ അങ്ങയുടെ ചങ്ങാതിയാണ്. എനിക്കെങ്ങനെ ദ്രോഹിക്കാനാവും? സ്വന്തം മനസ്സു തന്നെയാണ് അങ്ങയെ ശിക്ഷിച്ചത്. അങ്ങയുടെ കുറ്റബോധം സൂചികളായി മാറിയതാണ്. ആ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ അർഹനാണ്." അതേസമയം രാജാവിൻ്റെ മുറി പൂട്ടിക്കിടക്കുന്നതു കണ്ട സഭാവാസികൾ ആശങ്കാകുലരായി. "നമുക്ക് ഈ മുറി തുറന്നു നോക്കാം." അവർ മുറി തുറന്ന് അകത്തു കടന്നു. "എന്താണ് കാര്യം?" ശബ്ദം കേട്ട മറ്റേ യുവതി അകത്തേക്ക് വന്നു. "നീ ആരാണ്? കനകമാല എവിടെ? വേഗം അവളെ ഇവിടെ എത്തിക്കൂ." ഭയവിവശയായ അവൾ കനകമാലയുടെ അടുത്തേക്കോടി. രാജാവും ഇടയനും അവളെ പിന്തുടർന്നു. "മഹാറാണി, എന്നെ രക്ഷിക്കൂ, ദയ കാണിക്കൂ, എൻ്റെ പ്രഭോ, കനകമാലേ!" രാജാവ് വഞ്ചകിയായ ആ യുവതിയെ നാടുകടത്തി. അതിനുശേഷം രാജാവും രാജ്ഞിയും ഇടയനും സന്തോഷത്തോടെ ജീവിച്ചു.